ഹലോ ഗൈസ്. ഇന്ന് എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ് തുടങ്ങുവാണ്. 2 മാസം ലീവൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് യൂണിവേഴ്സിറ്റിയിലോട്ട് തിരിച്ച് പോകുവാണ്. ഞങ്ങൾക്ക് പുതിയ യൂണിവേഴ്സിറ്റി ദിഗോമിൽ വന്നിട്ടുണ്ട്. ഇന്ന് അവിടെ വെച്ചിട്ടാണ് ക്ലാസ് ഒക്കെ. എനിക്ക് വൈകിട്ടേ ക്ലാസ് ഉള്ളൂ. നീനൊരു രാവിലെ ഉണ്ടായിരുന്നു, നീನು പോയി. എനിക്ക് വൈകിട്ടേ ഉള്ളൂ. ക്ലിനിക്കൽസ് ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്. ഓക്കെ. ഞാനിപ്പോൾ പോകാൻ റെഡിയായി. ഞാൻ ഫുൾ റെഡിയായി, ഡ്രസ്സൊക്കെ ഇട്ടു, മേക്കപ്പ് ഇട്ടു, എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. എൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഇത് ഹാരി പോട്ടർ, എൻ്റെ ഫ്രണ്ട് എനിക്ക് നാട്ടിലുള്ള ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ ബാഗിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ഒരു വൈറ്റ് കോട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ബുക്കുണ്ട്, യൂണിക്കോണിൻ്റെ ബുക്ക്. കഴിഞ്ഞ ഇയറിൽ എനിക്ക് സ്പൈഡർമാൻ്റെ ബുക്കായിരുന്നു. ഈ ഇയറിൽ എനിക്ക് യൂണിക്കോണിൻ്റെ ബുക്ക്. പിന്നെ എനിക്കൊരു ബോട്ടിൽ, പിങ്ക് ബോട്ടിൽ മാച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പിങ്ക് പെന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ എൻ്റെ ലിപ്സ്റ്റിക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അത്രേ ഉള്ളൂ. ഞാനെല്ലാം പാക്ക് ചെയ്തു, എല്ലാം സെറ്റായി. ഇന്ന് ഞാൻ നേരത്തെ എന്തായാലും ഇറങ്ങും. അവിടെ പോയി സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. അത് വേണ്ടിയിട്ട് നേരത്തെ പോകും. ഓക്കെ, ബൈ. യൂണിയിലോട്ട് ബസ്സിൽ വേണം. ഇവിടെ നമുക്ക് ദിഗോമിൽ മെട്രോ ഇല്ല. ബസ്സിൽ വേണം പോകാൻ. ബസ് സ്റ്റോപ്പിലോട്ട് നടക്കും. നമ്മൾ യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുന്നു. എന്തുവാ ഇത്? പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. നമ്മളിപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റിയുടെ അകത്തൂടെയാണ് നടക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. പണിയൊക്കെ തീർന്നെടുക്കുമ്പോൾ നല്ല ലുക്കൊക്കെ ആവുമായിരിക്കും. നമുക്കിനി സെക്കൻഡ് ഫ്ലോറിൽ പോകാം. സെക്കൻഡ് ഫ്ലോർ എല്ലായിടത്തും കണ്ണാടിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സെക്കൻഡ് ഫ്ലോർ എത്തി. ഇവിടെയൊക്കെ വഴിതെറ്റി പോയതാ. പിന്നെ തിരിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആരാണിത്? പകുതി പോയി സ്കിറ്റ്. ഞാൻ കുറച്ച് നേരത്തെ വന്നത്. എനിക്ക് 4 മണിക്കുള്ളൂ ക്ലാസ്. പക്ഷെ സമയത്ത് നോക്കട്ടെ. 2:30 പോലും ആയിട്ടില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ഇനി 2 മണിക്കൂർ ചുമ്മാ ഇരിക്കണം. ഞാൻ തീരുമാനിച്ചു നമുക്ക് മുകളിലത്തെ ഫ്ലോറോടെ പോയി കണ്ടിട്ട് വരാം. കാണുന്നതുകൊണ്ട് നഷ്ടമല്ലല്ലോ, കാണാം. ഓക്കെ, 3rd ഫ്ലോർ അടച്ചോളൂ. ഒരു യൂണിവേഴ്സിറ്റി ടൂർ ഇവിടെ ആയിക്കോട്ടെ. ടൂറൊന്നും ഇല്ല, കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. പണിയൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റപ്പ് ആകുമ്പോൾ ഒരു അടിപൊളി ടൂർ വയ്ക്കാൻ നോക്കാം. യെസ്. എല്ലാം ഒരുപോലെ തന്നെയാണ്. കളറെങ്കിലും മാറ്റുന്നത്. എനിക്ക് തലവേദനിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം കണ്ടിട്ട്. എല്ലാ ഫ്ലോറിലും ഓരോ മാനേജേഴ്സ്, ലേഡീസിൻ്റെ പക്ഷെ നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ക്ലാസ് റൂമൊക്കെ നൈസാണ്. അവിടുത്തെ വ്യൂ കൊള്ളാം. ദേ വൈറ്റ് ബോർഡ് ഉണ്ട്, ക്ലാസ് റൂം, ടേബിളുണ്ട്. ഇവിടുത്തെ വ്യൂ കൊള്ളാം. എന്ത് ചെയ്യാനാ, ഫുള്ള് ലോറിയും വണ്ടികളും മാത്രം. നമുക്ക് ഒരിക്കൽ സ്റ്റെയർ എടുത്താലോ? ഓക്കെ, ഒരിക്കൽ സ്റ്റെപ്പ് എടുക്കാം. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്തുവാ? എന്തൊക്കെയോ ഉണ്ട്. ഇനി അങ്ങനത്തെ വരെ നടക്കണ്ടേ? ഒക്കെ നടക്കാം. വന്ന സ്ഥിതിക്ക് എല്ലാം കാണും. ഡോറൊന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ സ്പേസ്. ഒളിച്ച് കളിക്കാനാണോ അവരത് കൊണ്ടാക്കിയിട്ടിരിക്കുന്നത്? സ്ക്വിഡ് ഗെയിം ആണോ? കളറില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സെറ്റപ്പ് സ്ക്വിഡ് ഗെയിമിൻ്റെ. അയ്യോ അമ്മേ, എവിടെ തിരിഞ്ഞാലും ഒരിടത്ത് എത്തുന്നല്ലോ. ഇത് മറ്റേ ഹോളം തോന്നുന്നു, അടച്ചിട്ടിരിക്കണം. അതാ സംഭവം സെറ്റപ്പ് എന്ന് വെച്ചാൽ പരിപാടികളൊക്കെ നടത്തുന്ന സ്ഥലം. അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വലിയ നിശ്ചയമൊന്നുമില്ല. ഓക്കെ, 4th ഫ്ലോർ വരെ നമുക്ക് പെർമിഷൻ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല, വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിക്കുമ്പോൾ ഒരു കടയില്ല. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യം. ഇനി ഒരു കുഞ്ഞു ഡോറൊക്കെ ഉണ്ട്. കുഞ്ഞു ഡോർ നമുക്കുള്ളതല്ല. ഓക്കെ, ബൈ. എല്ലാവരും ഇരിക്കുന്ന പ്രത്യേകിച്ച് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കുളിക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ക്ലിനിക്കൽ സ്കിൽ ക്ലാസ്സാണ് ഗൈസ്. ക്ലാസ്സിൽ ഇന്ന് ഗ്ലൗ ഇടാനാണ് പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അത് നമ്മുടെ ടീച്ചർക്ക് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിലെത്തി നിങ്ങളെ കണ്ടിരിക്കുന്നത്.
പഴയ ക്ലാസ്സിലെ ഓക്കെ ബൈ. ഓക്കെ വലിയ സുഖില്ലേ? നമ്മുടെ ക്ലിനിക്കൽസ് കഴിഞ്ഞു. ഇന്ന് ചെറിയ ക്ലാസ് ആയിരുന്നു. സോ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാം. നമ്മുടെ വീട് അടുത്താണല്ലോ. പോയിട്ട് ഇനി നമ്മൾ രാത്രിയുള്ള ക്ലാസ്സിൽ തിരിച്ചു വരും 8 മണി. യെസ്. സോ ഗൈസ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനുണ്ട്, നിതമുള്ള ഐഷ ഫരീദുണ്ട്. ഐഷ ഹലോ. വ്ളോഗിങ് അവള് ഭയങ്കര ബിസിയാണ്. അങ്ങനെ ഞങ്ങൾ മുതൽ ഇവിടെ സ്ഥലങ്ങൾ കാണാൻ വന്നു. കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. പക്ക ഒരു കൺട്രി സൈഡ് വൈബാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലൊക്കെ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇതേപ്പോൾ രാത്രി ഇനി ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇനി തിരിച്ച് പോകണം. വയ്യ മെനക്കേടാ. എല്ലാവരും റെഡി ആക്കണം. ഐഷ ഫരീദ് ഇവിടെ വരൂ. ഐഷ ഫരീദ് ഇവിടെ വന്നു. ഭയങ്കര നാണോ എന്തു ആ കൊച്ചിന്. ഇനി ഞങ്ങൾ തിരിച്ച് പിന്നും പോവുക ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അത് രാത്രി 8 to 10 മണി വരെ ഒരു ക്ലാസ്. രാത്രി ക്ലാസ് പോകുന്നു. ഐഷ ഫരീദ് ഓടിപ്പോയി. ഇവിടെ ഒരു സുഖത്തിൽ അങ്ങനെ കിടന്ന് നമ്മൾ ഉറങ്ങിയ ഒരു വിധത്തിൽ. എന്നിട്ട് അപ്പോഴത്തേക്ക് സമയമായി. അതാ തണുപ്പ് നല്ല ഉറങ്ങേണ്ട ഒരു വൈബില് വന്നപ്പോഴത്തേക്കും ക്ലാസ് പ്രൊഫഷണൽ. പിന്നെ ഫസ്റ്റ് ഡേ ആയിട്ട് പോകും നമ്മൾ. ഫസ്റ്റ് ഡേ ആയിട്ട് അതെ. അയ്യോ ഓക്കെ. അപ്പൊ ഇനി യൂണിയിൽ പോയി കാണാം. ബൈ ഐഷ ഫരീദ. ബൈ. ഗൈസ് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പോവുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ക്ലാസ്? ബൈ ബൈ. ഗുഡ് നൈറ്റ്.